ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ടുള്ള ചക്ക എലിശ്ശേരിയാണ്. ചക്ക എലിശ്ശേരിക്ക് ചക്ക ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതിലേക്ക് ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കണേ. വല്ലാണ്ട് ചതച്ചിടരുത്. ഒരു മീഡിയം സൈസ് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് മുളക് പൊടി, ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നോ അതിന് കണക്കായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് പറഞ്ഞാൽ നമ്മൾ ചക്ക എത്രയാണോ എടുത്തിരിക്കണേ ആ ചക്ക മുങ്ങുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. വല്ലാണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോവും. അപ്പോൾ ടേസ്റ്റ് മാറും. അധികം വെള്ളം ഉണ്ടാകാൻ പാടില്ല. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 3 വിസിൽ മതിയാവും. 3 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് തുറക്കുക. ഇനി നമ്മളൊരു തവി വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പ് ചേർക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് തേങ്ങയും ജീരകവുമാണ് കേട്ടോ. തേങ്ങയും ജീരകവും വല്ലാണ്ട് അരയാൻ പാടില്ല, ഒന്ന് ഒതുക്കാനേ പാടുള്ളൂ. അപ്പം ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള അരപ്പാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിടുക. വല്ലാതെ വെള്ളം ഒഴിക്കാൻ പാടില്ല, അപ്പോൾ നമ്മുടെ ടേസ്റ്റ് മാറും. കുറച്ച് വെള്ളം ആവശ്യത്തിന്, നമ്മൾ എത്രയാണ് എടുക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ട് വെള്ളം ഒഴിക്കാവൂ. വല്ലാണ്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് എലിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വല്ലാണ്ട് വെള്ളം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. ഇനി അതൊന്ന് വേവിച്ചെടുക്കുക. ഉപ്പൊക്കെ നോക്കണം, കാരണം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അരപ്പൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ചക്ക എലിശ്ശേരി ഒന്ന് കുക്കായിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് താളിക്കാനായിട്ട് കുറച്ച് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഉഴുന്നുപരിപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഉഴുന്നുപരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഉഴുന്നുപരിപ്പ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തേങ്ങ ചിരകിയത് കുറച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അതും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. കരിഞ്ഞു പോകാൻ പാടില്ല തേങ്ങ. കരിഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണ് കേട്ടോ. അല്ലാതെ ഒരുപാട് ടൈം എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയല്ല. പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഏകദേശം കളറൊക്കെ മാറിയിട്ടുണ്ട് തേങ്ങയുടെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ ചക്കയുടെ ഈ ഒരു ചക്ക എലിശ്ശേരി എന്ന് പറയുന്നത്. പലർക്കും അറിയായിരിക്കും. പലരും പല രീതിയിൽ, ചിലർ കടലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും. ഞാൻ കടല ഇടാറില്ല, ചക്കക്കുരുവാണ് ആഡ് ചെയ്യുന്നത്. അപ്പം വളരെ ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നമ്മുടെ ചക്ക എലിശ്ശേരി തയ്യാറായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ താളിച്ചൊക്കെ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര നല്ലൊരു മണമാണ് അതിൻ്റെ. നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. നമ്മൾ രുചികരമായ ചക്ക എലിശ്ശേരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവർക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.
അപ്പം നമ്മുടെ ചക്കയിലിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഇനി ചക്കയുടെ തന്നെ നമുക്ക് വേറൊരു ഐറ്റം ആയിരിക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ. അപ്പം അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.